കൈനിറയെ പദ്ധതികൾ പ്രഖ്യാപിച്ച് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. ആർക്കാണ് കൈനിറയെ പദ്ധതികൾ എന്ന് ചോദിക്കരുത്, അത് ബീഹാറിനോ ആന്ധ്രയ്ക്കാണ്. നമ്മൾ ആ സീനില്ല, നമ്മൾ കണ്ടാൽ മതി കേട്ടോ. നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റാണ്. കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് കേരളം. എല്ലാരെയും ഒരുപോലെ പരിഗണിക്കണം ജനകീയ സർക്കാരാണ് മോദിജിയുടെ സർക്കാർ എന്നല്ലേ അവരെന്നെ പറയാറ്. ബജറ്റിൽ എത്രത്തോളം കേരളത്തിന് ലഭിക്കും, പുതിയ പദ്ധതികൾ ലഭിക്കും, പുതുതായി കേരളത്തിന് എത്രമാത്രം സഹായം ലഭിക്കും എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും വളരെ ആകാംക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ എംപിമാരും അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപനം നോക്കിയിരിക്കുകയാണ്. ലോക്സഭയിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു താമര വിരിഞ്ഞതല്ലേ, അതിന്റെ സന്തോഷം എന്തായാലും ബജറ്റിൽ കിട്ടിയായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഇതാ കണ്ടത്. എന്തെങ്കിലുമൊക്കെ കിട്ടിയായിരിക്കും സുരേഷ് ഗോപിജി? പ്രതീക്ഷകളാണ് എനിക്കും. കേരളത്തിനല്ല, ഇന്ത്യക്കാണ്. കേരളത്തിന് കിട്ടുന്നല്ല, ഇന്ത്യക്ക് കിട്ടുന്നതാണ് പ്രതീക്ഷ എന്നോ? അതെന്താ, കേരളം ഇന്ത്യയിലല്ലേ, എയിംസ് എങ്കിലും നമുക്ക് കിട്ടിയായിരിക്കല്ലേ? അതിപ്പോ തന്നെ വേണോ? ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രമം നടത്തുന്നതല്ലേ. അപ്പൊ അതിന്റെ ചില ആവശ്യങ്ങൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ അനുസരിച്ച് വരട്ടെ. എയിംസ് ഇപ്പൊ തന്നെ വേണോന്നാ കേരളത്തിൽ നിന്ന് പ്രതീക്ഷയോടെ അങ്ങോട്ട് അയച്ചൊരു ജനപ്രതിനിധി ചോദിക്കാണ് എയിംസ് ഇപ്പൊ തന്നെ വേണമെന്ന് നിർബന്ധമാണെന്ന്. കൊള്ളാം സുരേഷ് ഗോപിജി, ഞെഞ്ഞായിട്ടുണ്ട്. എന്നാ ശരി, എയിംസിന്റെ കാര്യം വിട്. വേറെ കേരളം 24,000 കോടിയുടെ ഒരു അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന് എന്തെങ്കിലും കിട്ടുമായിരിക്കല്ലേ? കേരളമല്ല, അത് ഞാൻ MP ആണെങ്കിൽ കേരളം. ഇതിപ്പോ അതല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കാതെ. സുരേഷ് ഗോപിജി, കേരളമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ കേന്ന് പോലും ബജറ്റ് പ്രഖ്യാപനത്തിൽ നമ്മൾ ആരും കേട്ടില്ല. പല സംസ്ഥാനങ്ങളെ അവഗണിച്ചു, കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. സഭക്കകത്ത് തന്നെ നമ്മളത് എഴുന്നേറ്റെന്ന് സൂചിപ്പിക്കണ്ടായി. കേരളം എന്നൊരു സംസ്ഥാനം ഈ ഇന്ത്യയുടെ മാപ്പിൽ തന്നെ ഇല്ലെന്ന മട്ടിലാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് ഒരു താമര വിരിഞ്ഞു എന്ന് കരുതി വാരിക്കോരി ഇപ്പം എല്ലാം കിട്ടുന്ന കരുതിയോ നിങ്ങള്? അയ്യടാ, കേരളം മുഴുവൻ വിരിഞ്ഞു നിൽക്കുന്ന താമര. അങ്ങനെ ഒരു സമയം വരട്ടെ, അപ്പം ആലോചിക്കാം ബജറ്റിൽ കേരളത്തിനെ പരിഗണിക്കണോ വേണ്ടതെന്ന്. തങ്ങളെ പിന്തുണക്കുന്നവർ, രാഷ്ട്രീയമായി തങ്ങളോടൊപ്പമുള്ളവർ, അവർക്ക് വേണ്ടിയാണ് ബജറ്റ് പാസ്സാക്കുന്നതിന് പാർട്ടി ബജറ്റ് മതിയല്ലോ, അതിന് സർക്കാർ ബജറ്റിൻ്റെ ആവശ്യമില്ല. സിൽവർ ലൈൻ, GST, റബ്ബറിന്റെ താങ്ങുവില, അങ്ങനെ എന്തോരം പ്രതീക്ഷകളായിരുന്നു, ഒക്കെ വീണുടഞ്ഞില്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പരാമർശം പോലുമില്ല. പ്രത്യേക പരാമർശം പോയിട്ടൊരു സാധാരണ പരാമർശം പോലും കേരളത്തെക്കുറിച്ച് ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. BJPയുടെ 2 സഹമന്ത്രിമാര് കേരളത്തിൽ നിന്നുണ്ട്. അപ്പൊ പിന്നെ ടൂറിസം രംഗത്തോ റെയിൽവേ രംഗത്തോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാ അത് കിട്ടിയോ? അതുമില്ല. ഹായ്, നല്ല ബജറ്റ്, വളരെ നന്നായിട്ടുണ്ട്. അധികാര കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച ഒരു ബഡ്ജറ്റ് പ്രസംഗം എന്നതിനപ്പുറത്ത് ഗൗരവതരമായിട്ടുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അധികാര കസേര സംരക്ഷിക്കാനുള്ള നീക്കോ? അയ്യേ, അത്രയ്ക്ക് ചീപ്പാണ് ഞങ്ങളുടെ മോദി സർക്കാർ എന്ന് കരുതിയോ? ആന്ധ്രാപ്രദേശിന് 15,000 കോടിയുടെ പാക്കേജ് കൊടുത്തില്ലേ? ബീഹാറിന് 26,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ലേ? നമ്മളെ കൂടെ നിൽക്കണവരെ നമ്മൾ പരിഗണിക്കണ്ടേ? അതേ നിർമ്മല മാഡം ചെയ്തുള്ളൂ. അതൊരു തെറ്റാണോ? അപ്പോഴേക്കും ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കണത്? 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബജറ്റായി പോയി എന്ന് വരെ പറഞ്ഞില്ലേ? നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. കേരളത്തിനൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താ, അതിന് പകരമായിട്ട് ബീഹാറിനും അസമിനും ഉത്തരാഖണ്ഡിനും സിക്കിമിനും ഒക്കെ ധനസഹായം പ്രഖ്യാപിച്ചില്ലേ? അവിടെ BJP ഭരണത്തിലിരിക്കുന്നത് കൊണ്ടല്ലാട്ടോ അങ്ങനെ ചെയ്തത്. അവർക്കൊക്കെ ഇപ്പൊ കാശിന് ഭയങ്കര അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. ബാധിക്കാത്ത സ്ഥലത്ത് പ്രളയം ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാൻ വേണ്ടിയുള്ള അഡ്വാൻസ് ആയിട്ട് സംഖ്യ കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രളയം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്ന കേരളത്തെ അവഗണിക്കുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതായത് കേരളത്തിൽ ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് പ്രളയമൊക്കെ വന്നിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ അതിൽ നമ്മൾ എന്തൊട്ട് ചെയ്യാനാ? പ്രളയം വരാത്ത സ്ഥലത്ത് പ്രളയം പ്രതിരോധിക്കാനുള്ള സഹായം കൊടുക്കണം. അതല്ലേ ഹീറോയിസം. കേട്ടിട്ടില്ലേ, രോഗം വരുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാണ്ട് സൂക്ഷിക്കണത്? ആ ഒരു ലൈനാണ് നമ്മുടെ നിർമ്മല മാഡം പ്രയോഗിച്ചത്. മേഡത്തെ പോലെ പ്രാക്ടിക്കലായി ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? ഞങ്ങളൊക്കെ പലതും പ്രതീക്ഷിച്ചിരുന്നു. ഒരു നല്ല മുൻകരുതൽ, ഒരു തയ്യാറെടുപ്പ് ഈ ഗവൺമെന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ശസ്ത്രക്രിയ വേണ്ടയിടത്ത് ഒരു മേൽനോട്ടത്തിലുള്ള ചികിത്സയാണ്. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ആ ചികിത്സയല്ല വേണ്ടത്, ഇവിടെ ശസ്ത്രക്രിയ വേണം. എന്നാലും സാമ്പത്തിക പ്രതിസന്ധി കരകയറാൻ പേരിന് പോലും ഒരു പദ്ധതി കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചില്ലല്ലോ. നമുക്ക് തരാനുള്ളതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് കണക്ക് സഹിതം പറഞ്ഞ ആ പണം ഒരു പാക്കേജ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. 24,000 കോടി. അതിനെപ്പറ്റി മിണ്ടിയില്ല. ആകെ ഈ 2 സ്റ്റേറ്റുകളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പ്രധാന പല പദ്ധതികളും പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു നാഷണൽ ഹൈവേ പണിയുന്നത് പോലെയും ഒരു പ്രധാനപ്പെട്ട ആശുപത്രി പണിയുന്നത് പോലെയും പ്രധാനമല്ലേ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി? വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാ. 1 രൂപ അതിനായിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് വെച്ചോ? കേരളം
ഇന്നിപ്പോ ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഷാങ്ഹായിലും പോകുന്ന നമ്മുടെ നാട്ടിലെ ഫീഡർ വെസലുകൾ, ഇടത്തരം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു തുറമുഖമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു പണം അതിന് വെച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് 24,000 കോടി 24,000 കോടി എന്ന് പറയണ്ട. ഇത്തവണത്തെ ബജറ്റ് കഴിഞ്ഞില്ലേ, കുറച്ചുകൂടെ താമരതായോ? അപ്പൊ അടുത്ത തവണ പരിഗണിക്കാം. നിതീഷ് മോനും ചന്ദ്രബാബു മോനും ഹാപ്പി ആണല്ലോ അല്ലേ? സന്തോഷം ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരു നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ കേരളത്തിൽ ജനിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിനെ കുറിച്ച് കേരളത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേ അഭിപ്രായമാണെങ്കിലും ആ ബജറ്റിനെ വേറൊരു വീക്ഷണകോണിലൂടെ കാണാൻ ഇവിടെ ഒരാൾക്ക് പറ്റും. ആൾക്കേ പറ്റൂ. ആർക്കാ? സുരേന്ദ്രൻജിക്ക് തന്നെ, അല്ലാണ്ടാർക്ക്. ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് രാജ്യത്തിൻ്റെ വികസന കുതിപ്പിന് വളരെയധികം സഹായകരമായിട്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കറക്റ്റ് സുരേന്ദ്രൻജി പറഞ്ഞതൊക്കെ കറക്റ്റ്. സ്ത്രീകൾ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, മറ്റ് ദുർബല ജനവിഭാഗങ്ങൾ എന്നിവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്. അതെ, സ്വർണത്തിന്റെ വില കുറയില്ലേ, വെള്ളിയുടെ വില കുറയില്ലേ, മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും വില കുറയില്ലേ, അങ്ങനെ ദുർബല ജനവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തെല്ലാം സഹായങ്ങൾ. ഇങ്ങനെ ഒരു സർക്കാരിന് കിട്ടിയത് നമ്മുടെ ഭാഗ്യല്ലേ. ഈ ബജറ്റ് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന ബജറ്റാണ്. അതെ, കേരളത്തിലെ ജനങ്ങൾ ഒഴികെ. ബീഹാറിനും ആന്ധ്രയ്ക്കും ചില പാക്കേജുകൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനർത്ഥം മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തു എന്ന് സമ്മതിച്ചല്ലോ, സന്തോഷം. പക്ഷെ കേരളത്തിനെ ബജറ്റിൽ അവഗണിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ MP-മാരുടെ അഭിപ്രായമാണ് കേട്ടോ. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ, കേരളത്തിൽ സ്ത്രീകളില്ലേ, നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ, ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ, പഠിക്കൂ. ദേ സുരേഷ് ഗോപിജി കലിപ്പായി. എന്റെ സുരേഷ് ഗോപിജി ജിമാര് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്ത പോലെ പോട്ടെ, പേരിനെങ്കിലും കേരളത്തിന് സ്പെഷ്യലായിട്ട് ഒരു പദ്ധതി പോലും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നാണ് വിമർശനം. അറ്റ്ലീസ്റ്റ് എയിംസിന്റെ കാര്യത്തിലെങ്കിലും. ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞ, വന്നിരിക്കും, പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ, എന്നിട്ട് വരും. കേരളത്തിലെ സർക്കാർ എയിംസിന് സ്ഥലം വിട്ടു തന്നിട്ടുണ്ടായിരുന്നല്ലോ ജി. എത്ര എടുത്തിട്ടുണ്ട്? 150 ഏക്കർ. ആണോ? അത്രയാണോ വേണ്ടത്? താങ്ക് യു. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും യുവാക്കൾക്കും ബജറ്റിൽ ഊന്നൽ കൊടുത്തത് ആശ്വാസമാണ്. എന്നാലും കേരളത്തിന്റെ പേര് പോലും പറയാത്തൊരു ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ കൈപിടിച്ച് കയറ്റിയവർക്ക് മാത്രം ആശ്വാസമായൊരു ബജറ്റ്. ജിമാര് പറഞ്ഞത് ശരി തന്നെയാണ്, ഇതുപോലൊരു ബജറ്റ് ചരിത്ര ബജറ്റ് തന്നെ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.